ഹായ്, ഹലോ. നമ്മൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാശ് മുടക്കുന്നത് ഫ്ലൈറ്റിനായിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ വൺ വേ കാണാറുണ്ട്, അതുകൂടാതെ റൗണ്ട് ട്രിപ്പ് കാണാറുണ്ട്. വൺ വേ റൗണ്ട് ട്രിപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് വൺ വേ എന്ന് പറയും. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ റൗണ്ട് ട്രിപ്പ് എന്ന് പറയും. അതുപോലെ മൾട്ടി സിറ്റി എന്നൊരു ഓപ്ഷൻ കൂടി നമ്മൾ ഫ്ലൈറ്റ് ബുക്കിങ്ങിൻ്റെ ഈ അഗ്രിഗേറ്റർ സൈറ്റുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ മൾട്ടി സിറ്റി ബുക്കിംഗ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കൊച്ചിൻ എയർപോർട്ടിലാണ്, ഇവിടുന്ന് ഒരു യാത്ര പോവുകയാണ്. ഇവിടെ നേരെ ഞാൻ മാൽഡീവ്സിലാണ് പോകുന്നത്. ഇന്ന് മെയ് 15 തീയതിയാണ്. മെയ് 15 ഞാൻ ഇവിടുന്ന് കൊച്ചി ടു മാൽഡീവ്സ് പോകുന്നു. മാൽഡീവ്സിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, കൊളംബോ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ എയർലൈൻസ് ആണ്. ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ അതൊരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് അല്ല, ആക്ച്വലി ശ്രീലങ്കൻ എയർലൈൻസ് എന്നൊരു ഫുൾ സർവീസ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കൊച്ചി ടു കൊളംബോ ഒരു 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അവിടെ നിന്ന് നേരെ മാൽഡീവ്സ്. ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത്. കൊളംബോ മാത്രമായിരുന്നു, ശ്രീലങ്ക മാത്രമായിരുന്നു എൻ്റെ പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് റേറ്റ് നോക്കിയപ്പോൾ ഞാൻ മൾട്ടി സിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓൾറെഡി ഈ ശ്രീലങ്കൻ എയർലൈൻസ് മാൽഡീവ്സിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഒരു 1600 രൂപ, ഒരു 1700 രൂപയോളം എക്സ്ട്രാ ഞാൻ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മാൽഡീവ്സ് പോലുള്ളൊരു രാജ്യം അഡീഷണൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതായത് മൾട്ടി സിറ്റിയിൽ ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അഡീഷണൽ ആയിട്ട് 1-2 ദിവസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു കൺട്രി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. കാരണം ഞാനിപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാൽഡീവ്സിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. കാരണം മാൽഡീവ്സ് എന്ന് പറയുന്ന ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മളുടെ അവിടുത്തെ സ്റ്റേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 5000 രൂപയിലൊക്കെയാണ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഫുഡ് എക്സ്പെൻസീവ് ആണ്. അവിടെ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ എല്ലാം എക്സ്പെൻസീവ് ആണ്. പിന്നെ ഒരു ഐലൻഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഫെറി ടു ഫെറി ഒക്കെ നല്ല ചാർജാണ്. ഒരാൾക്ക് $50 ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാൽഡീവ്സ് പോലുള്ളൊരു രാജ്യത്ത് ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഇന്ന് ഇവിടുന്ന് മാൽഡീവ്സിലേക്ക് പോയിട്ട് നാളെ കാലത്ത് തന്നെ കൊളംബോയിലേക്ക് പോകും. പിന്നെ കൊളംബോയിൽ നിന്ന് 19 തീയതി തിരിച്ചു വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മൾട്ടി സിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ മൾട്ടി സിറ്റി ബുക്കിങ്ങിന് ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെറും 1700 രൂപ എക്സ്ട്രാ വരുന്നുണ്ടായിരുന്നുള്ളൂ ഒരു പുതിയൊരു രാജ്യം കവർ ചെയ്യാൻ. അപ്പോൾ വിസയുടെ ചാർജും കാര്യങ്ങളൊന്നും മാൽഡീവ്സിൽ വരുന്നില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മലേഷ്യക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1500 രൂപ എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ സിംഗപ്പൂരിലൂടെ കവർ ചെയ്യാൻ പറ്റും. സിംഗപ്പൂർ വിസ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഈ മൾട്ടി സിറ്റി ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ മൈൽസ് പോയിന്റ്സ്, അതായത് ഈ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ പോയിന്റ്സ്, എയർലൈൻ മൈൽസ് പോയിന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മൾട്ടി സിറ്റി വളരെയധികം ഗുണമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ മലേഷ്യക്ക് ഒരു റൗണ്ട് ട്രിപ്പ് ഫ്ലൈറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 20,000 പോയിന്റ്സ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ അത് തന്നെ ഈ സിംഗപ്പൂർ എയർലൈൻസിലേക്ക് ആയിരിക്കും അത് കാണിക്കുന്നത്. അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ക്രിസ് ഫ്ലയർ എന്നാണ് അവരുടെ ലോയൽറ്റി പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ 20,000 പോയിന്റ്സിന് അതേ പോയിന്റ്സിന് തന്നെ ചിലപ്പോൾ സിംഗപ്പൂരിൽ ലേ ഓവറുള്ള അങ്ങനെയുള്ള മൾട്ടി സിറ്റി ബുക്കിങ്ങിലൊക്കെ വരാറുണ്ട്. അപ്പോൾ മൾട്ടി സിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യുക. നമുക്ക് ഈ ട്രാവൽ ഏജൻസിയുടെ ഒന്നും സഹായമില്ലാതെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ മൾട്ടി സിറ്റിയുടെ ഒരു ഓപ്ഷൻ കൂടെ നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ മാൽഡീവ്സിൽ ഈ എക്സ്പെൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പിന്നെ കൊളംബോ, ഞാൻ ശ്രീലങ്കയിൽ കൊളംബോ മാത്രമാണ്, ജസ്റ്റ് ഒരു 3 ദിവസം കൊളംബോ മാത്രമാണ്. അല്ലാണ്ട് അവിടെയുള്ള ക്യാൻഡി എല്ലാ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ശ്രീലങ്ക ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. ഒരുപാട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച നടന്ന് കാണാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നുമില്ല, ജസ്റ്റ് സിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. അപ്പം മാൽഡീവ്സ് എത്ര എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ കൊളംബോയിലെ കാഴ്ചകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ മൾട്ടി സിറ്റി ബുക്കിങ്ങിൻ്റെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് ശ്രീലങ്കൻ എയർലൈൻസിൽ കൊച്ചിയിൽ നിന്ന് കൊളംബോയിലേക്കുള്ള ആദ്യത്തെ ഫ്ലൈറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. എയറോ ബ്രിഡ്ജ് നീങ്ങുകയാണ്. അപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ശ്രീലങ്കൻ എയർലൈൻസ് ഇതുപോലുള്ള ഫുൾ സർവീസ് ഫ്ലൈറ്റുകൾക്ക് എല്ലാവർക്കും ഒരു മെമ്പർഷിപ്പ്, അവരുടെ ലോയൽറ്റി പ്രോഗ്രാം ഉണ്ടാവും. ഈ ലോയൽറ്റി പ്രോഗ്രാമിൽ നമ്മൾ എൻറോൾ ചെയ്യുക, അതായത് മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടും. അപ്പോൾ ഈ മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെമ്പർഷിപ്പിൻ്റെ നമ്പർ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ OTAs, അതായത് GoIBibo, Booking.com, അഗോഡ, മേക്ക് മൈ ട്രിപ്പ് തുടങ്ങിയ അതുപോലുള്ള സൈറ്റുകൾ ത്രൂ ആയിരിക്കും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ മെമ്പർഷിപ്പ് അതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. ഇനി ആ സമയം ബുക്കിങ്ങിൻ്റെ സമയത്തില്ലെങ്കിൽ ബുക്കിങ്ങിന് ശേഷം നമുക്ക് നമ്മളെ PNR വെച്ചിട്ട് ഇവരുടെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് നമ്മളുടെ മെമ്പർഷിപ്പ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. മെമ്പർഷിപ്പ് ആഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ്സ് കിട്ടുന്നത് മാത്രമല്ല, വേറെയും കുറേ ഗുണങ്ങളുണ്ട്. വേറെ എന്ത് ഗുണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വന്നില്ലേ? അതിനുള്ള ഉത്തരം ഞാൻ അധികം വൈകാതെ തന്നെ നൽകുകയാണ്. അതിന് ചെറിയൊരു സർപ്രൈസ് ആയിട്ട് നിർത്തുകയാണ്. അതിനു മുമ്പ് ശ്രീലങ്കൻ എയർലൈൻസിൽ അവർ സെർവ് ചെയ്യുന്ന ഫുഡാണ് ഈ കാണുന്നത്. കൊച്ചി ടു കൊളംബോ ഫ്ലൈറ്റിൽ എനിക്ക് കിട്ടിയത് ഇതുപോലുള്ള റോൾ പോലുള്ള ഒരു സാൻഡ്വിച്ച് റോൾ എന്നൊക്കെയാണ് പറയുന്നത്. എഗ് റോൾ, ചിക്കൻ റോൾ, വെജ് റോൾ അങ്ങനെയാണ്. ഇതിൽ എനിക്ക് വെജ് റോളാണ് ഇതിൽ കൊച്ചി ടു കൊളംബോയിൽ എനിക്ക് കിട്ടിയത്. ദോഷം പറയരുതല്ലോ, ദോഷം മാത്രമേ പറയാൻ പറ്റൂ, കാരണം വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു.
ആദ്യമായിട്ടാണ് ഒരു ഫുൾ സർവീസ് ഫ്ലൈറ്റിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ട് മീൽസ് അല്ലാതെ ഇതുപോലുള്ളൊരു സ്നാക്ക് ആ രീതിയിൽ എനിക്ക് കിട്ടുന്നത്. അങ്ങനെ കൊളംബോ എത്തി. കൊളംബോയിൽ കുറച്ച് നേരത്തെ ഒരു ലേ ഓവറേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് മാൽഡീവ്സിലേക്കുള്ള ഫ്ലൈറ്റ് കയറുകയാണ്. മാൽഡീവ്സിൻ്റെ ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റ് പോലെ ആയിരുന്നില്ല. ഒരു 3 റോയുള്ള ആ രീതിയിലുള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. ഇൻഫോർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാൽഡീവ്സിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് ആയിട്ടൊന്നുമില്ല, ഈ എപ്പിസോഡിൽ തന്നെ പറയാം. അങ്ങനെ നമുക്കൊരു ക്ലിക്ക് ബൈറ്റോ അല്ലെങ്കിൽ പിന്നീട് പറയാമെന്നുള്ള കാര്യങ്ങളൊന്നും ഈ ചാനലില്ല. ഞാൻ ഈ ശ്രീലങ്കൻ എയർലൈൻസിലാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അതായത് കൊച്ചി ടു കൊളംബോ, കൊളംബോ ടു മാൽഡീവ്സ്, മാൽഡീവ്സ് ടു കൊളംബോ, കൊളംബോ ടു കൊച്ചി. അങ്ങനെയാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. 4 ഫ്ലൈറ്റാണ് വരുന്നത്. അതിൽ 4ഉം ഞാൻ എക്കോണമിയാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് കൊളംബോ ടു കൊച്ചി ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് കിട്ടി ബിസിനസ് ക്ലാസ്സിലേക്ക്. സത്യം. അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് ചിക്കൻ റോളാണ് ഇവർക്ക് കൊളംബോ ടു മാൽഡീവ്സ് അവർ ഞങ്ങൾക്ക് എല്ലാവരും കൂടി സെർവ് ചെയ്തത്. എൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് കിട്ടി. അപ്പോൾ ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് കിട്ടുമ്പോൾ ഗുണം എന്ന് പറയുന്നത് ഇവരുടെ ഈ നമുക്ക് കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. കണ്ട മാൽഡീവ്സ് എത്തുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ഒരു ക്ലീൻ ചെയ്യാറില്ല എന്ന് തോന്നുന്നു വിൻഡോ. പക്ഷേ ബിസിനസ് ക്ലാസ്സിൽ അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് വരും. അപ്പോൾ മാൽഡീവ്സ് എത്തുമ്പോഴുള്ള ആ ഒരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ച, അത് ഒഴിവായി പോയതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഇത് നല്ല രീതിയിലുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീലങ്കൻ എയർലൈൻസ് ഇങ്ങനെയായിരിക്കും. കാരണം ഞാൻ കയറിയ 3 ഫ്ലൈറ്റ്, 4 ഫ്ലൈറ്റിൽ 3ഉം ഇങ്ങനെയായിരുന്നു. അങ്ങനെ മാൽഡീവ്സ് എത്തി. ഞാൻ ഇനി എൻ്റെ മാൽഡീവ്സിൽ എനിക്ക് എത്ര ചിലവായെന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. വളരെ കുറച്ച് സമയം മാത്രമേ മാൽഡീവ്സിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാനൊരു 4 മണി ഈവനിങ് 4 o'clock ആയപ്പോഴും ഞാൻ മാൽഡീവ്സ് എയർപോർട്ടിലെത്തി. പിറ്റേ ദിവസം വെളുപ്പിന് 6:30, 7 ആ സമയപ്പോൾ ഞാൻ തിരിച്ച് എയർപോർട്ടിലെത്തി. അപ്പോൾ അത്രയും സമയം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സിം കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാൽഡീവ്സിലെ സിം കാർഡ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത് $40 $40 അവിടെ സിം കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കുറഞ്ഞ ഒരു സിം കാർഡ് അവിടെ ഇല്ല. നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ സിം എടുക്കുകയാണെങ്കിൽ $40 അവിടുത്തെ ഏറ്റവും ലീസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെറും മണിക്കൂറുകളെ ഓൾമോസ്റ്റ് ഒരു 20 മണിക്കൂറെന്നോ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്ന എനിക്ക് $40 ഈ സിം കാർഡിന് വേണ്ടി മുടക്കുക എന്ന് പറയുന്നത് അതൊരു അനാവശ്യമായിട്ടുള്ളൊരു ചിലവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ബദലായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഒബിയസ്ലി അതിന് വേണ്ടിയിട്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ സിം ഫോർ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ്. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം ഇൻ കേസ് ആ വെബ്സൈറ്റ് ഞാനിപ്പോൾ തെറ്റായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ ഇ സിമ്മാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇ സിം സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും. അപ്പോൾ 1 GB ഒരു ദിവസത്തെ വാലിഡിറ്റിയിൽ 1 GB എനിക്ക് വേണ്ടി പറഞ്ഞ പോലത്തെ ഒരു പ്ലാനായിരുന്നു. അതിന് 2 USD മാത്രം മതി, ഒരു 2 USD. അപ്പോൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് 10% ഒരു ഓഫർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സന്തോഷമായി. കാരണം എനിക്ക് 1 GB ആവശ്യമാണ്. കാര്യം 1 GB ആവശ്യമേ ഉള്ളൂ ശരിക്കും. എനിക്ക് മാലി സിറ്റിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഈ മസ്ജിദിൻ്റെ അടുത്ത്, പിന്നെ അങ്ങനെയുള്ള കബൂത്തർ പാർക്ക്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂവെങ്കിൽ അത് ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കണം. അപ്പോൾ അതിന് 1 GB ധാരാളം. അങ്ങനെ ഈ പറയുന്ന ഇ സിം ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ $2 താഴെയാണ് അതിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ ഈ സിം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു. നമ്മൾ മാലി എത്തിയപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ഇവിടെ റീച്ച് ചെയ്തപ്പോൾ തന്നെ ഞാനത് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ കറക്റ്റായിരുന്നു 1 GB. ആ 1 GB തീർന്നിരുന്നില്ല ആക്ച്വലി. അപ്പോൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഡേറ്റ ബാക്കിയുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമുക്ക് ആ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ യൂസേജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് ഈ ഡേറ്റ മുഴുവൻ തീർത്ത് 1 GB തീർത്തതിന് ശേഷമാണ് ഞാൻ മാൽഡീവ്സ് വിട്ടത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക, ഇപ്പം $40 എന്നുള്ളതാണ് ഏറ്റവും ലീസ്റ്റ് ഓപ്ഷൻ. ഇപ്പം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ദിവസങ്ങളിൽ ആവശ്യമുള്ളത്ര ഡേറ്റ അതിലും ചീപ്പായിട്ട് ഈ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഒരുപാട് വെബ്സൈറ്റുകൾ ഞാൻ ട്രൈ ചെയ്തു, അതിനകത്ത് ഏറ്റവും ചീപ്പറായിട്ട് എനിക്ക് തോന്നിയ വെബ്സൈറ്റാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഒരു നൈറ്റ് മാത്രമാണ് ഞാനവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നൈറ്റ്, ആ ഒരു രാത്രിയിലെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് മാൽഡീവ്സിലെത്തുന്നു, എത്തിക്കഴിഞ്ഞ് ഇമിഗ്രേഷൻ, അതായത് കാരണം നമുക്ക് ഇമൂഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷൻ, ഹെൽത്ത് ഡിക്ലറേഷനാണ്. ആക്ച്വലി ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമൂഗ എന്ന് പറയുന്നത് ഫ്രീ ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇമൂഗയ്ക്ക് വേണ്ടിയിട്ടൊരു ഫേക്ക് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ $75 ആണ് അതിനുവേണ്ടി ചാർജ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കി, $75 ഒരു ഫ്രീ ആയിട്ടുള്ള കാര്യത്തിന്. സ്കാമാണ്. അപ്പോൾ അത് ചെന്ന് പെടരുത്. അപ്പോൾ ഇമൂഗ എന്നുള്ളത് ഫ്രീ ആണ്, അത് മാത്രമാണ് അവർ ഹെൽത്ത് ഡിക്ലറേഷൻ ആയിട്ട് ചോദിക്കുന്നുള്ളൂ. നമുക്ക് ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു, അപ്പോൾ അവർ
ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. കാരണം നമ്മളുടെ സ്റ്റേ, നമ്മൾ ബുക്ക് ചെയ്യുന്ന സ്റ്റേ ഇവരുടെ ഇമിഗ്രേഷൻ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റേ ആയിരിക്കണം. അപ്പോൾ ഞാൻ ഏറ്റവും ചീപ്പായിട്ടുള്ള സ്റ്റേ അഗോഡയിലാണ് നോക്കിയത്. അഗോഡയിൽ നോക്കിയപ്പോൾ ഒരു ക്യാപ്സ്യൂൾ ഹോട്ടൽ ഒരെണ്ണം കണ്ട്, നാപ്പ് ടൈം അങ്ങനെ എന്തോ പേരുള്ള ഒരു ക്യാപ്സ്യൂൾ ഹോട്ടൽ 1100-1200 റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് ഒരു എ സി ഉള്ള മാൽഡീവ്സ് എന്ന് പറയുന്ന ട്രോപ്പിക്കൽ വളരെ ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എ സി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കുമല്ലോ നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഞാൻ ഈ പറയുന്ന ഈ അഗോഡയുടെ ഈ നാപ്പ് ടൈം അങ്ങനെയുള്ള ആ പേരുള്ള ആ ഒരു സംഭവം ഇങ്ങനെ കണ്ടപ്പോൾ അത് കൊള്ളാലോ എന്ന് ചോദിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ട്രിപ്പ് അഡ്വൈസറോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലോ ഇവരുടെ റിവ്യൂ ഒന്ന് വായിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇവരുടെ റിവ്യൂ വായിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഈ നാപ്പ് ടൈം എന്ന് പറയുന്നത് ഇവർ ഈ മാൽഡീവ്സിൻ്റെ അവരുടെ ആ ഇമിഗ്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മാൽഡീവ്സിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ പുറത്തുനിന്ന് ഒരു ഫോറിനറായിട്ട് വരുന്ന ആളുകൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പറ്റില്ല. കാരണം ഇമിഗ്രേഷൻ ടൈമിൽ അവർ നമ്മളവിടെയാണ് സ്റ്റേ എന്ന് ചോദിക്കും. അപ്പോൾ ആ സ്റ്റേ ഉള്ള അവരുടെ ഇമിഗ്രേഷനിലുള്ള അവർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രമേ ഇവർ നമുക്ക് എൻട്രി അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ ഗൂഗിൾ റിവ്യൂസിലൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അവർ അതിനകത്ത് ഉടമസ്ഥൻ അതിൻ്റെ അതായത് ഈ നാപ്പ് കോർണറോ നാപ്പ് ടൈമോ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. നിങ്ങളിപ്പോൾ അഗോഡയൊക്കെ അല്ലെങ്കിൽ അഗോഡയോ ബുക്കിംഗ്.com നോക്കുമ്പോൾ ഏറ്റവും ചീപ്പായിട്ട് കാണുന്ന ഈ സംഭവമായിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം. കാരണം ആരും പറ്റിക്കപ്പെടരുതല്ലോ ഇങ്ങനെയുള്ളൊരു ഈ ഒരു പ്രോപ്പർട്ടി കാരണം. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ മറുപടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നടത്തുന്നത് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ടാണ്, ഇറ്റ്സ് നോട്ട് എ ബിസിനസ് എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാശ് മേടിക്കുന്നതിനാണ്, ഇതിന് റീഫണ്ടബിൾ ഒന്നുമില്ല. കുറച്ച് ഫോറിനേഴ്സ്, ഈവൻ നമ്മളും ഫോറിനേഴ്സ് തന്നെയാണ് ഈ മാൽഡീവ്സൊക്കെ വരുമ്പോൾ. അപ്പോൾ കുറച്ച് ഫോറിനേഴ്സ് തന്നെ റിവ്യൂ ഇട്ടിരിക്കുന്നത് ഇതുവരെ റീഫണ്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ളതാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സ്കാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു, കാരണം ബുക്ക് ചെയ്തില്ലല്ലോ അഗോഡയിൽ. അപ്പോൾ അഗോഡയിൽ ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയപ്പോൾ ഒരു വിൻഡ് സ്റ്റേ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇത് മാലി സിറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ ഫെറി പിടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ. അപ്പോൾ വിൻഡ് സ്റ്റേ എടുത്തു. വിൻഡ് സ്റ്റേ എടുത്തു കഴിഞ്ഞു. ഞാൻ നോക്കി റിവ്യൂസ് നോക്കിയപ്പോൾ ഗൂഗിളിൽ ഇതിൻ്റെ ഒരു റിവ്യൂ പോലും ഇല്ല. അപ്പോൾ എനിക്ക് സംശയമായി, അയ്യോ ഇനിയിപ്പോൾ പണി കിട്ടിയോ. അപ്പോൾ ഞാൻ ഈ മാൽഡീവ്സിൻ്റെ ഇവരുടെ ഈ എമിഗ്രേഷൻ്റെ പോർട്ടൽ നോക്കിയപ്പോൾ ഈ വിൻഡ് സ്റ്റേ എന്ന് പറയുന്നത് ഹോം സ്റ്റേയുടെ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷം, രജിസ്റ്റർ ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെ 1200 രൂപ കൊടുത്താണ് ഞാൻ ഈ പറയുന്ന എ സി ഉള്ള ഒരു സിംഗിൾ ബെഡ് ഞാൻ അവിടെ ബുക്ക് ചെയ്തത്. ഏറ്റവും ചീപ്പ് ഓപ്ഷനാണോ 1200 എന്ന് പറയുന്നത്. 1200 എനിക്ക് തോന്നുന്നു മാൽഡീവ്സിൽ എൻറ്റയർ മാൽഡീവ്സിൽ എവിടെയും നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടില്ല. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിന് 2000-2200 ആയി, റേറ്റ് കൂടി സിംഗിൾ ബെഡിന്. അപ്പോൾ അങ്ങനെ അത് ബുക്ക് ചെയ്തിട്ട് ഞാനിവിടെ എത്തി. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എമിഗ്രേഷനിൽ എന്നോട് ചോദിച്ചു നിങ്ങളെന്താണ് ഒറ്റയ്ക്ക് മാൽഡീവ്സിലേക്ക് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് എനിക്ക് കൊളംബോ ലേ ഓവറാണ്, ഒരു നീണ്ട ലേ ഓവർ പോലെയാണ്, അപ്പോൾ ഒരു ദിവസം മാൽഡീവ്സിൽ സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ ചോദിച്ചാൽ നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിൻഡ് സ്റ്റേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ വിൻഡ് സ്റ്റേ. അപ്പോൾ അവരൊന്നും പറയാൻ പറ്റില്ല, ഓക്കെ വൗച്ചറും കാര്യങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്തു. വിസ അല്ല അവരുടെ അറൈവ്ഡ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടമാനം, അതായത് ഇഷ്ടം പോലെയുള്ളത് ഈ റിസോർട്ടുകളുടെ ഓഫീസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ടാക്സി വേണോ, ടാക്സി റേറ്റൊക്കെ അവിടെ പരസ്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടാക്സിക്ക് ഒരു ഫിക്സഡ് റേറ്റ് ആണ്. നമുക്കങ്ങനെ ടാക്സി സ്കാമും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ എയർപോർട്ടിൽ ഏറ്റവും കൂടുതലുള്ള ടാക്സി സ്കാമാണല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് കറൻസി മാറുമ്പോൾ ആകെ ഒരു ദിവസമേ ഞാനിവിടെ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം ഈ മാൽഡീവ്സിൻ്റെ റുപ്പീസ്, അവിടുത്തെ റുഫ്യ എന്ന് പറയുന്നത് നമ്മളുടെ അവരുടെ ഒരു മാൽഡീവ്സ് റുഫ്യ എന്ന് പറയുന്നത് നമ്മളുടെ 5.5 ഓൾമോസ്റ്റ് അതിനടുത്ത് വരും, 5.5-ന്. അപ്പോൾ ഇത്രയും റേറ്റ് വരും. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് എത്രയാണ് ചിലവാകുന്നത് അങ്ങനെയൊന്നും ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കൗണ്ടറുണ്ട്, അവിടെ ചെന്ന് ഞാൻ റേറ്റ് നോക്കി. അപ്പോൾ ബാങ്കിങ് റേറ്റ് ആണ് കാണിക്കുന്നത്. ഒരു $15 15 അത് തന്നെ 15 മാൽഡീവിയൻ റുഫ്യ കിട്ടും എന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ തന്നെ തിരിച്ചെടുക്കുമ്പോൾ 15.45 അങ്ങനെ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഏജൻറ്റ് എന്നെ സമീപിച്ചു, ഒരു സ്ട്രീറ്റ് ഏജൻറ്റാണ് ഈ കൗണ്ടറിനടുത്ത് തന്നെ, അതായത് എയർപോർട്ടിനുള്ളിൽ തന്നെ. എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് കറൻസി മാറാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 15 കിട്ടുള്ളൂ, ഞാൻ നിങ്ങൾക്ക് 17 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ തീരെ എൻകറേജ് ചെയ്യാറില്ല. പക്ഷേ 17 തരുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ ഓർത്തു നിങ്ങൾ തരുന്ന കറൻസി എന്തെങ്കിലും ഫേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചിരിച്ചിട്ട് പറഞ്ഞു സ്ട്രീറ്റ് റേറ്റ് ആണ് ഇവിടെ, നിങ്ങൾക്ക് ഇതായിരിക്കും ബെറ്ററായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ കൂടുതൽ സംശയത്തോടെ വന്നു. പുള്ളി പിന്നെ ചിരിച്ചിട്ട് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 2-3 പേര് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ മേ ബി ഇത് അവിടെ എയർപോർട്ട് സ്റ്റാഫ് കാണുന്നുണ്ട്, അവിടെ വേറെ മറ്റേ പോലീസ് ഈ യൂണിഫോമൊക്കെ ഇട്ട ആളുകളൊക്കെ ഇവരെ കാണുന്നുണ്ട്. ഇവരൊന്നും മിണ്ടുന്നില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഇതിന് എല്ലാവരും കൂടി അറിഞ്ഞിട്ടുള്ളതാണോ, അപ്പോൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ കൗണ്ടറിൽ നിന്ന് മാറി ഇവരുടെ അടുത്തുനിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നൈറ്റ് ഞാനിവിടെ ഉള്ളൂ, എനിക്ക് $20 മാത്രം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ $20 ഇവർക്ക് കൊടുത്തു. $20 കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ 340 മാൽഡീവ് റുഫ്യ തന്നു. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് നോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഫേക്കും കാര്യങ്ങളൊന്നും വരില്ലായിരിക്കും, ഇവർ തന്നതൊക്കെ റിയൽ നോട്ട് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ 340 മാൽഡീവിയൻ റുഫ്യ ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ടാക്സി ഒന്നും വിളിച്ചില്ല, കാരണം മാലി സിറ്റി എന്ന് പറയുന്ന ഫെറി ഉണ്ട്. അപ്പോൾ ഫെറി ഞാൻ കണ്ടു, ഫെറി അവിടെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 15 ഈ പറയുന്ന മാൽഡീവിയൻ റുഫ്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെറി കയറാം. അങ്ങനെ ഫെറിയിൽ കയറി നേരെ ഓപ്പോസിറ്റ് എത്തി, അതായത് മാലി സിറ്റി എത്തിയിട്ട് അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സ്റ്റേയിലേക്ക്. ഓൾമോസ്റ്റ് 1 കിലോമീറ്ററാണ്. ഇപ്പോൾ എൻ്റെ ലഗേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രോളി ബാഗാണ്, ഏറ്റവും ചെറിയ ബാഗില്ലേ ക്യാബിൻ, ആ ഒരു ബാഗ് മാത്രമേ ട്രോളി ആയിരുന്നു. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇൻ്റർലോക്ക് കട്ടായിട്ട് കുറേ റോഡുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതുപോലെയാണ് ഈ മാലി സിറ്റി മുഴുവൻ. ഇൻ്റർലോക്ക് കട്ടായിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രോളി ബാഗ് സുഖമായിട്ട് ഉരുട്ടിക്കൊണ്ട് അതിലെ നടക്കാം. അപ്പോൾ റോഡിൻ്റെ ഒരു സൈഡിൽ മൊത്തം 2 വീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ 2 വീലേഴ്സാണ്, ഒരു സൈഡ് മൊത്തം ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കൂടുതലും 1 വേ ആണെന്ന് തോന്നുന്നു, അതായത് 2 സൈഡിൽ കൂടിയും വണ്ടി വരുന്ന അങ്ങനെ ഒരു കാര്യം ഞാനവിടെ കണ്ടില്ല. കൂടുതലും 1 വേ ട്രാഫിക്കാണെന്ന് തോന്നുന്നു അവിടെ. അങ്ങനെ റൂമിലെത്തി. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഞാൻ ബുക്ക് ചെയ്ത ഈ വിൻസ്റ്റേ 1200 രൂപയ്ക്ക് അതൊരു സൂപ്പർ പ്രോപ്പർട്ടി ആയിരുന്നു. കാരണം സിംഗിളായിട്ട്, അത് സോളോ ട്രാവലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു റൂമാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ഉള്ള, അത് AC എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള, കറക്റ്റ് സിറ്റി സെൻറ്ററിൽ വരുന്ന, എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ് അവിടെയുള്ള അതെല്ലാം ഉള്ളൊരു നല്ല പ്രോപ്പർട്ടി ആയിരുന്നു ഈ വിൻസ്റ്റേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കല്ല ഫാമിലി ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വിൻഡോസ് വ്യൂ അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു ബഡ്ജറ്റ് ഓപ്ഷനാണ് ഈ വിൻസ്റ്റേ. നല്ല സർവീസ് ആയിരുന്നു. അവിടെ ഒരു ബീഹാറി പയ്യനാണ് അവിടുത്തെ റിസപ്ഷനിൽ നിൽക്കുന്നത്. നല്ല പെരുമാറ്റമായിരുന്നു, നല്ല സർവീസ്, എല്ലാ കാര്യങ്ങളും സൂപ്പർബായിരുന്നു. അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു ഈ സൽമാൻ മസ്ജിദ് എന്ന് പറഞ്ഞ ഒരു മസ്ജിദ് ഉണ്ട്. അതിന് ചുറ്റും ചേർന്നൊരു ബീച്ച് പോലെയൊക്കെ ഉണ്ട്. ആ ബീച്ചിൻ്റെ അവിടെയൊക്കെ ആളുകൾ വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആ സൈഡിലോട്ടൊക്കെ പോയി രാത്രി. അവിടുത്തെ ബീച്ചിൽ ആളുകൾ കുളിക്കുന്നുണ്ട്, അവിടെ തന്നെ ഷവറുണ്ട്, ഡ്രസ്സ് മാറ്റാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ഇവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ടൂറിസം. അതായത് അവരുടെ നാട്ടുകാർക്ക് മാൽഡീവ് ഈ സ്ഥലത്ത് വരുന്ന ഈ സൽമാൻ മസ്ജിദിൻ്റെ അടുത്ത് ഉള്ള ആ ഒരു ബീച്ച് ഏരിയയിൽ വരുന്നതൊന്നും ടൂറിസ്റ്റുകളല്ല, അത് തദ്ദേശീയരാണ്. ഈ മാൽഡീവ്സിലെ ആൾക്കാർ തന്നെയാണ് അവിടെ വരുന്നത് കൂടുതലും. ഞാൻ കണ്ടതെല്ലാം ഈ മാൽഡീവിയൻ ജനതയെ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമല്ല അവർക്കും കൂടി വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഷവർ ഏരിയ അവിടെയുണ്ട്, പിന്നെ ഡ്രസ്സ് മാറ്റാനുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ബീച്ചിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇവർ ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു മാംഗോ ജ്യൂസ് മേടിച്ചപ്പോൾ 45 മാൽഡീവിയൻ റുഫിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലെ മാംഗോ ജ്യൂസ് പോലെ അല്ല ഇവിടെ, എല്ലാം എക്സ്പെൻസീവ് ആണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ 45 × 5 ഓൾമോസ്റ്റ് അതാണ് നമ്മളുടെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു മാംഗോ ജ്യൂസൊക്കെ കഴിച്ച് പിന്നീട് തിരിച്ച് നടന്നിട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇഷ്ടം പോലെ കോഫി ഷോപ്സ് മുട്ടിനുണ്ട്. പിന്നെ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടിരുന്നു ആക്ച്വലി, കുറേ കബാബും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ്ഡ് ആയിരുന്നു. എന്നിട്ട് വീണ്ടും മുമ്പിലേക്ക് കിടന്നപ്പോൾ ഒരു സാധാരണ ഹോട്ടലില്ലേ നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ സിമ്പിളായിട്ടുള്ള ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ബിരിയാണി പറഞ്ഞു മാൽഡീവിയൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടേതായിട്ട് വ്യത്യാസമൊന്നുമില്ല, സെയിം അതൊക്കെ തന്നെ. അതായത് ഈ ജീരകശാല അരിയില്ലേ, ചെറിയ അരി വെച്ചിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഓക്കെ, ഇവിടുത്തെ ഫുഡാണെന്ന് പറഞ്ഞപ്പോൾ ആ ബിരിയാണി ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ തരുന്നതെന്ന് വെച്ചിട്ട് ബിരിയാണിയുടെ പോർഷൻ അതിൻ്റെ മുകളിൽ തന്നെ ഗ്രേവി ഒഴിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഗ്രേവി സെപ്പറേറ്റ് ആയിരിക്കും, നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. പക്ഷേ ഇവർ ഓൾറെഡി ആ ഗ്രേവി ഒഴിച്ചിട്ടായിരിക്കും കൊണ്ടുവന്നത്. പക്ഷേ ടേസ്റ്റി ആയിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ അതിന് 45, വീണ്ടും 45, അതായത് ഒരു മാംഗോ ജ്യൂസിൻ്റെ വില തന്നെയാണ് ഒരു ബിരിയാണിക്ക്. ഒരു 45 മാൽഡീവിയൻ റുഫിയാണ് ഇവരെൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, റേറ്റ് കാർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിയപ്പോൾ അതിന് 10 അതായത് ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലിന് 10 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 20 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 52 രൂപ കൊടുക്കണം, വ്യത്യാസം. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ കുടിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ ഡ്രിങ്ക്സിനൊക്കെ, അതായത് ജ്യൂസ് ആണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ നല്ല വിലയായിരിക്കും. അതിപ്പോൾ ഞങ്ങൾ മലേഷ്യ പോയപ്പോഴും ഇങ്ങനെയാണ്. ഇന്തോനേഷ്യ പിന്നെ പറയണ്ട, ഇന്തോനേഷ്യയിൽ ഒരു ജ്യൂസ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേരത്തും ഭക്ഷണം മേടിക്കുന്ന കാശ്.
അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അന്നേരം നേരെ തിരിച്ച് പിന്നെ കൂടുതലായിട്ട് പിന്നെ ഒരു കബൂത്തർ പാർക്ക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ വീണ്ടും അവിടേക്ക് നടന്ന് പോകാനുള്ള ഒരു ആംബിയർ ഉണ്ടായിരുന്നില്ല, കാരണം ഒട്ടും റെസ്റ്റ് എടുത്തിട്ടില്ല. വന്നിട്ട് അപ്പം തന്നെ ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നേരത്തെ കിടന്നുറങ്ങാം, കാരണം വെളുപ്പിന് എഴുന്നേറ്റ് പോകാനുള്ളതാണ്. 9 മണിക്കാണ് തിരിച്ച് കൊളംബോയിലേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ അപ്പോൾ ഒരു 3 മണിക്കൂർ നേരത്തെ എത്തണമല്ലോ. നമ്മുടെ കാൽക്കുലേഷൻ എപ്പോഴും അങ്ങനെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണോ 3 മണിക്കൂർ മുമ്പ് എത്തണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. മാൽഡീവ്സ് എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ സ്പീഡിലാണ് അവിടുത്തെ കാര്യങ്ങൾ എല്ലാം നീങ്ങുന്നത്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ റൂമിലെത്തിയിട്ട് കിടന്നുറങ്ങി. കാലത്തെ എഴുന്നേറ്റിട്ട് ഈ സെയിം കടയിൽ തന്നെ പോയി ഒരു ചായക്ക് അവിടെ 10, നമ്മുടെ നാട്ടിൽ ചായ 10 രൂപക്ക് കിട്ടും, 15 രൂപക്ക് കിട്ടും, 20 രൂപക്ക് കിട്ടും. ഇതാണ് മാക്സിമം. പക്ഷേ ഇവിടെ 10 എന്നുള്ളത് അവരുടെ മാൽഡീവിയൻ റുപ്പിയാണ് 10. ഇപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 52 രൂപയ്ക്ക് ആയി ഈ ചായക്ക്. അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും ഒരു ചായ എന്ന് പറയുന്നത്. ചായയുടെ വില വെച്ചിട്ട് നമുക്കൊരു സ്ഥലത്തെ റേറ്റ് നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ഒരു ചായക്ക് അതാണ് അവിടുത്തെ റേറ്റ്. അതിൻ്റെ ചായക്ക് കുടിച്ച് ഇതേപോലത്തെ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. നേരെ ഫെറിയിലേക്ക് പോയി. ഫെറി കയറി തിരിച്ച് എയർപോർട്ട് എത്തിയപ്പോൾ ഞാൻ വളരെ നേരത്തെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കറൻസി ബാക്കിയാണ്, കാരണം എനിക്ക് ആകെ ചിലവായത് 15 അങ്ങോട്ടേക്ക് ഫെറി, 15 ഇങ്ങോട്ടേക്ക് ഫെറി, 30. പിന്നെ ഒരു മാംഗോ ജ്യൂസ് മേടിച്ചു 45. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി 10. പിന്നെ രാത്രി ഒരു ബിരിയാണി കഴിച്ചു 45. ഇതാണ് എൻ്റെ ആകെ ചിലവ് മാൽഡീവ്സിൽ. വേറെ ഈ ഹോട്ടൽ ഓൾറെഡി കാർഡ് വെച്ചാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇത്രയും കാശ് എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഞാനത് നേരെ കൗണ്ടറിലേക്ക് വന്നു, കാരണം തലേ ദിവസം ഞാൻ കണ്ടല്ലോ 15.45 ഇവർ തിരിച്ചെടുക്കുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് 17 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 15.45 എന്ന് പറയുമ്പോൾ ഇത് ലാഭമാണല്ലോ, എന്നാൽ കൊണ്ടേ തട്ടിയേക്കാം അത് വിചാരിച്ചിട്ട് നേരെ കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഇത്രയും കാശ് എനിക്ക് ബാക്കിയുണ്ട്, എനിക്ക് US ഡോളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ സാർ സ്ലിപ്പ് വരൂ, റെസിപ്റ്റ് വരൂ. ഞാൻ പറഞ്ഞു റെസിപ്റ്റോ എൻ്റെ അടുത്തില്ല. അത് നിങ്ങൾ ഇവിടെ നിന്നാണോ എടുത്തത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ നിന്നല്ല, പുറത്തുനിന്നാണ് കറൻസി വാങ്ങിയത്. അപ്പോൾ അവർ പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ വഴി പറ്റില്ല. അതാണ് അവിടുത്തെ ട്വിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, നിങ്ങൾ സ്ട്രീറ്റിലെ അതായത് ഇതുപോലത്തെ ഉള്ള ഏജൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം, കറൻസി വാങ്ങാം, പക്ഷേ ആ കാശ് മുഴുവൻ നിങ്ങൾ മാൽഡീവ്സിൽ സ്പെൻഡ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ത്രൂ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനവിടെ നോക്കി നിന്നു, കാരണം ഈ ഏജൻസി അവിടെ ഫുള്ളും ഇങ്ങനെ കറങ്ങി നടക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഏജൻറ്റിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കറൻസി എനിക്ക് ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഇയാൾ റേറ്റ് പറയുന്നില്ല. ഇയാൾ എന്ത് ചോദിച്ചിട്ട് ഇയാൾ റേറ്റ് പറയുന്നില്ല. ഇയാൾ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടെന്നായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നത് 215 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 215 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയും ഓക്കെ 215 റേറ്റ്, $10 നിങ്ങൾക്ക് തരാം. അതായിരിക്കും അയാൾ സ്വാഭാവികമായിട്ടും പറയാൻ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എൻ്റെ അടുത്ത് 190 ബാക്കിയുള്ളത്, എനിക്ക് ഇനി ഇതിനുകൊണ്ട് ആവശ്യമൊന്നുമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ 190 നിങ്ങൾക്ക് $10 കിട്ടും. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു, കാരണം ഇവരങ്ങനെയാണല്ലോ, കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവരെന്താ പറയാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം എനിക്ക് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ 17 കിട്ടിയത് ഞാൻ 19 കൊടുത്തു. പക്ഷേ നമുക്കത് കയ്യിൽ വെച്ച് കൊടുക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 100-150 രൂപ നമുക്ക് നഷ്ടം, കുഴപ്പമില്ല. അങ്ങനെ അത് കൊടുത്തു. ഒരു $10 അയാൾ തന്നു. $10 അയാൾ തന്നത് 10ൻ്റെ ബില്ലായിരുന്നില്ല, അയാൾ തന്നത് എല്ലാം 1ൻ്റെ ആയിരുന്നു. 1 ഈ USD നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് 50ൻ്റെയോ 100ൻ്റെയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കിട്ടും. ചെറിയ ബില്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കിട്ടില്ല. അയാൾ അതാണ് ചെയ്തത്. അയാളൊരു 10 1ൻ്റെ USDയുടെ 1ൻ്റെ ബില്ലാണ് എനിക്ക് അയാൾ തന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് വാങ്ങി അകത്ത് കയറി. എയർപോർട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ഭംഗിയായിട്ടാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാവരും ഡീൽ ചെയ്യുന്നത്. ഒട്ടും, അതായത് ഒരു 2 മിനിറ്റ് പോലും എനിക്ക് കൂടുതലുള്ള ഒരു ക്യൂവിൽ നിൽക്കേണ്ടതൊന്നുമില്ല. എയർപോർട്ടിൻ്റെ കൗണ്ടറിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയായിരുന്നു. ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. അകത്ത് കയറി. പിന്നെ എന്താണ് പോസ്റ്റ്, അല്ലാണ്ട് വേറൊന്നുമില്ല. കാരണം 3 മണിക്കൂർ കണക്കാക്കി നേരത്തെ ചെന്നതാണ്. ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്. നിങ്ങളിനി ഞാൻ പറയുന്നത് കേട്ട് എപ്പോഴെങ്കിലുമൊക്കെ മാൽഡീവ്സിൽ വളരെ ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞ് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എന്ത് കാര്യങ്ങളെല്ലാം ഡിലേ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പോയപ്പോൾ നല്ല അനുഭവമായിരുന്നു. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്, എന്നിട്ടും ഭംഗിയായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു എയർപോർട്ടാണ്. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ ഡ്യൂട്ടി ഫ്രീ കണ്ടപ്പോഴാണ് പല ലക്ഷറി കളക്ഷനും അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിലുണ്ട്. ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളിലെ ഡ്യൂട്ടി ഫ്രീയിലൊന്നും ഞാൻ ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നല്ല എക്സ്പെൻസീവായിട്ടുള്ള പല ബോട്ടിൽസും കണ്ടു. ലക്ഷറി കളക്ഷൻ എന്നും പറഞ്ഞ ഒരു സെഗ്മെൻറ്റിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. നമുക്ക് മേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതൊക്കെ ഒന്ന് വീഡിയോയ്ക്ക് എടുത്ത് വെച്ചു, കണ്ടിട്ടുണ്ടെന്നെങ്കിലും പറയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് നടന്നു. ഡ്യൂട്ടി ഫ്രീ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇതൊക്കെയുണ്ട്. ഇപ്പോൾ സ്മിർനോഫ് അല്ലെങ്കിൽ ബക്കാടി
പോലുള്ള ബോട്ടിൽസ് നമ്മുടെ നാട്ടിലെ ഡ്യൂട്ടി ഫ്രീയിലും കിട്ടും. അപ്പോൾ ഞാൻ വില കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ വിലയൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ ഇല്ലാത്ത കുറച്ച് ലക്ഷറി ഐറ്റംസ് ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് മാൽഡീവ്സിൻ്റെ ഡ്യൂട്ടി ഫ്രീ. പിന്നെ അവരുടെ ഒരു ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാൽഡീവ്സ് എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് നമുക്ക് ലിക്കർ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് നമുക്ക് തിരിച്ച് പോകുമ്പോൾ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കൊച്ചി ടു കൊളംബോ, കൊളംബോ ടു മാൽഡീവ്സ് ആണ് വന്നത്. അപ്പോൾ കൊളംബോ എന്നുള്ള എയർപോർട്ടിലുള്ള ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് ഞാൻ ലിക്കർ മേടിച്ച് മാൽഡീവ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരത് അതവിടെ ബാൻഡാണ്, ഇസ്ലാമിക് കൺട്രിയാണ്, ഇവിടെ ഹറാമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ബാനാണെന്നും പറഞ്ഞിട്ട് ഈ സംഭവം തിരിച്ച് ചിലപ്പോൾ തിരിച്ച് തരികയായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഞാൻ കണ്ടു രണ്ട് മൂന്ന് പേരേക്ക് ഇതുപോലെ ബോട്ടിലുണ്ടെന്നും പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നതൊക്കെ കണ്ടു. പിന്നെ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ ക്യാമറയും കയ്യിലുള്ളതുകൊണ്ട് എന്തിനാ വെറുതെ വള്ളി പിടിക്കുന്നത് വെച്ചാൽ അവിടെ നിന്നില്ല, ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവിടെ പറഞ്ഞ ലിക്കറേ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ റോട്ടിലൊക്കെ നടന്നൊക്കെ അവിടെ ഒന്നും ലിക്കറില്ല. അപ്പോൾ കുറച്ച് 2 ടൈപ്പ് ഐലൻഡ്സ് ആണല്ലോ ഈ മാൽഡീവ്സിലുള്ളത്, ഒന്ന് പ്രൈവറ്റ് ഐലൻഡും പബ്ലിക് ഐലൻഡ്. അപ്പോൾ പ്രൈവറ്റ് ഐലൻഡ്സിൽ ചില ഐലൻഡിലാണ് മദ്യം കിട്ടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലക്ഷദ്വീപിൻ്റെ ലോജിക്ക് ആയിരിക്കാം. ലക്ഷദ്വീപിൽ മദ്യം വേണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു റിസോർട്ട് ഉണ്ട്, അവിടെ വേണം. അപ്പോൾ മദ്യം വേണ്ടവർ അവിടെ പോയി കൂടുതൽ കാശ് ഉണക്കി കഴിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തിരിച്ച് എയർപോർട്ടിന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ എയർപോർട്ടിൽ ഇവർ തന്നെ ഡ്യൂട്ടി ഫ്രീയിൽ വിൽക്കുന്നുണ്ട്. അതായത് വരുമ്പോൾ ബാൻഡാണ് സംഭവം, പക്ഷേ തിരിച്ച് പോകുമ്പോൾ ഇവിടെ മദ്യമുണ്ട്. അതെന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഒരുപാട് മുസ്ലിം കൺട്രീസ് ഉണ്ട്, മുസ്ലിം കൺട്രീസിലൊക്കെ ആൽക്കഹോൾ ബാൻഡാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ സൗദിയിലൊക്കെ പോകുമ്പോൾ അവിടെ ആൽക്കഹോൾ നമ്മൾ അറൈവലിലും ഇല്ല ഡിപ്പാർച്ചറിലും ഇല്ല, അങ്ങനെയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ആൽക്കഹോൾ എന്നുള്ളതിൻ്റെ മാക്സിമം ലാഭം ഇവർക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, മേ ബി അങ്ങനെ. അപ്പോൾ കുറേ ഡ്യൂട്ടി ഫ്രീയിൽ ഈ ലിക്കറിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് ഈ ശ്രീലങ്കൻ എയർലൈൻസ് ആയിരുന്നു, അവരുടെ വലിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബസ്സിലൊക്കെ കയറിയിട്ടാണ് തിരിച്ച് ഇവിടെ എത്തിയത്. അപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഫുഡ് വീണ്ടും അവർ ഈ സാൻഡ്വിച്ച് റോള് തന്നെയായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ആക്ച്വലി ഒരു ചായ കുടിച്ചു എന്നല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. പക്ഷേ ആദ്യം കയറിയപ്പോൾ വെജായിരുന്നു. കൊച്ചിയിൽ നിന്ന് കൊളംബോയിലേക്ക് വെജായിരുന്നു. പിന്നീട് കൊളംബോ ടു മാൽഡീവ്സ് വന്നപ്പോൾ അത് ചിക്കനായി. പിന്നെ മാൽഡീവ്സ് ടു കൊളംബോ പോയപ്പോൾ അത് എഗ്ഗായി. അപ്പോൾ ഇനി തിരിച്ച് കൊളംബോ ടു കൊച്ചി പോകുമ്പോൾ ഇനി എന്തായിരിക്കും സർപ്രൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മാൽഡീവ്സിൻ്റെ. അപ്പോൾ മാൽഡീവ്സിൽ ചിലവ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു, കാരണം അത്രയും മണിക്കൂറുകൾ മാത്രമാണ് ഞാനവിടെ സ്പെൻഡ് ചെയ്തത്. ബാക്കിയുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ മഫൂഷി എന്നൊക്കെ പറയുന്ന ഐലൻഡ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിളായിട്ട് പോകാനുള്ള പ്ലാൻ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങൾ ആരെങ്കിലും മാൽഡീവ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് റേറ്റൊക്കെ കൊടുത്ത് ഈ ട്രാവൽ ഏജൻസിൻ്റെ ഒരുപാട് റേറ്റിൽ പാക്കേജ് എടുത്ത് പോകണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ഇച്ചിരി കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ അഫോർഡബിളായിട്ടൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഓർക്കുക, നമ്മുടെ ഇന്ത്യയുടെ റേറ്റായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചായയുടെ വില, ചായ നമ്മുടെ നാട്ടിൽ 15-20 കിട്ടും. പക്ഷേ അവിടെ ഒരു ചായ എന്ന് പറയുന്നത് 10, 52, 55 ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ അക്കോമഡേഷൻ ഈസ് ഓൾവേസ് എക്സ്പെൻസീവ്. നമുക്ക് ചെറിയ റേറ്റിലൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് എങ്ങനെ വന്നാലും ഒരു 5000 തുടങ്ങി അങ്ങോട്ട് മുകളിലേക്കാണ് ഒരു ഡീസൻറ്റ് സ്റ്റേ വരുന്നത്. പിന്നെ വിൻ സ്റ്റേ പോലുള്ളത് അതൊരു ഹിഡൻ ജെമ്മാണ്. ഞാനതിൻ്റെ ഓണറെ കണ്ട് സംസാരിച്ചു. പുള്ളി വളരെ നല്ലൊരു മനുഷ്യനാണ്. പുള്ളിയുടെ നമ്പറുണ്ട്, പേഴ്സണൽ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് തരാം. ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വെറുതെ റേറ്റൊക്കെ ചോദിച്ച് പുള്ളിയെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം പുള്ളിക്ക് എക്സ്പീഡിയ വഴിയും അഗോഡ വഴിയും Booking.com വഴിയും അത്യാവശ്യം ബുക്കിംഗ് ഒക്കെ ഉണ്ട്. ഡയറക്റ്റായിട്ട് വിളിച്ച് വെറുതെ പുള്ളിയുടെ സമയം കളയരുത്. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ തന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തരാം. അപ്പോൾ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സർവീസാണ്. ഒരു നല്ല പ്രോപ്പർട്ടിയാണ്. സോളോ ഒക്കെ പോകുന്നവർക്ക് പറ്റിയ നല്ല പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കുറച്ച് ലോങ് ഒക്കെ ആയിട്ട് മാലി സിറ്റി തന്നെ നമുക്ക് ഒരു 3 ദിവസത്തേക്കുള്ളിൽ നിൽക്കേണ്ടി വരില്ല. 3 വേണ്ട ആക്ച്വലി. ഒരു നൈറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ മതി. ഒരു ഫുൾ ഡേ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ നടന്ന് കാണാം, അത്രയേ ഉള്ളൂ. വളരെ ചെറുതാണ്. പിന്നെ ഈ പറഞ്ഞ ഈ ലോക്കൽസൊക്കെ ഉപയോഗിക്കുന്ന, അവിടുത്തെ ലോക്കൽസ് ഉപയോഗിക്കുന്ന ആ ബീച്ച് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീച്ച് നല്ല ഭംഗിയാണ് കാണാൻ. മാൽഡീവ്സിലെ എല്ലാ ബീച്ച് പോലെ തന്നെ അവിടെയൊക്കെ കുളിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് ഈ വാട്ടർ വില്ല അല്ലെങ്കിൽ വാട്ടർ ബംഗ്ലോ അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കാശ് പൊട്ടിക്കാം എന്നുണ്ടെന്നവർക്ക് അങ്ങനെ പോകാം. അതൊക്കെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ ആവും. അല്ലാതെയും നമുക്ക് അഫോർഡബിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മാൽഡീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കുറച്ച് ഈ മഫൂഷി പോലുള്ള ഐലൻഡ്സ് അവിടെയൊക്കെ ആയിട്ട് പോയി ഇതുപോലെ ഒരു നമുക്കൊരു 6000-7000 രൂപയ്ക്കും ബീച്ചിൻ്റെ സൈഡിലുള്ള റൂംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം, എങ്ങനെ നമുക്കത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം. എങ്ങനെ ട്രാവൽ ഏജൻസിയുടെ കത്ത് റേറ്റ്, പലപ്പോഴും മാൽഡീവ്സ് കത്ത് റേറ്റാണ്. ഈ കൊറോണ കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു ഇതൊക്കെ ഒന്ന്, കൊറോണ സമയം അതുവരെ കൊറോണ വരെ മാൽഡീവ്സ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസീവ് ഒരു സ്ഥലമായിരുന്നു, പ്ലേസ് ആയിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് ശേഷം അവർ ഈ പറയുന്ന വാട്ടർ വില്ല, വാട്ടർ ബംഗ്ലോ ഒക്കെ വളരെ കുറച്ച് റേറ്റാക്കി.
അപ്പോൾ ആ സമയത്ത് കുറേ പേര് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് എന്താ പറയുക, മാൽഡീവ്സിൽ പോയവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ്, എന്താ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ആ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്കുള്ള മാൽഡീവ്സിനനുസരിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഓക്കെ, നന്ദി.